അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുളകിട്ടൊരു അയലക്കറിയുടെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ മുളകിടാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂണോളം ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ഒരു സവോളയും അതുപോലെ തന്നെ ഒരു തക്കാളിയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം കറി ഇതേ ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ഒരു 1/4 ഭാഗത്തോളം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ഞാൻ മാറ്റി വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിക്കാം. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 5-6 ചെറുള്ളി അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീർ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി വേണമെങ്കിൽ 1 ടീസ്പൂൺ ഇടാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പേസ്റ്റും അതുപോലെ തന്നെ മുളക് പൊടി എല്ലാം ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അതിനൊരല്പം വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടി ചേർക്കുന്നത് എന്താ വെച്ചാൽ ഈ മസാല ഇടുന്ന സമയത്ത് ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകൽ കുറയും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് എത്ര ഗ്രേവി ആയാലും ഇത് നല്ല തിക്കായിട്ട് നിൽക്കും, നമ്മളിങ്ങനെ അരച്ച് ചേർക്കണോണ്ട് തന്നെ. പിന്നെ നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഏത് മീനാണോ എടുത്ത് വെച്ചിരിക്കുന്നത് ആ മീൻ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വാർത്ത് വെച്ചിട്ടുള്ള മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയില മീനാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് തവ വെച്ച് ഇളക്കി കൊടുക്കാൻ പാടില്ല, മീൻ ഉടഞ്ഞു പോകും. ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമുക്ക് ഈ മീൻ വെള്ളത്തിൽ മൊത്തം ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാം. ഇനി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിന് മുകളിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ താങ്ക് യു.